അമ്മ എന്ന രണ്ടക്ഷരത്തിൽ നിറഞ്ഞിരിക്കുന്നത് സ്നേഹം മാത്രമാണ്. കണ്ണുകൾ വിളക്കാക്കിയും കൈകൾ തൊട്ടിലാക്കിയും രക്തം പാലാക്കിയും മാർവിടം മെത്തയാക്കിയും ശ്വാസം ഈണമാക്കിയും വാക്കുകൾ താരാട്ടാക്കിയും താലോലിക്കുന്ന നല്ലൊരു ഹൃദയമാണ് അമ്മ. ഒരിക്കൽ ഡോക്ടർ അബ്ദുൽ കലാമിനോട് ഒരാൾ ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു. സാർ, ഏത് പുരുഷന്റെയും വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീയാണ്. സാറിന്റെ വിജയത്തിന്റെ പിന്നിൽ ആരാണ് എന്ന് സാറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ അബ്ദുൽ കലാം ഇപ്രകാരം ഒരു മറുപടി ഇങ്ങനെ പറഞ്ഞു. 93 വയസ്സുവരെ എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ അമ്മയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ഒരിക്കലും ഞാൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുമെന്നൊരിക്കലും ചിന്തിച്ചതല്ല. എന്നാൽ എൻ്റെ മാതാവിൻ്റെ ആ ധീരമായ വാക്കുകളാണ് എന്നെ ഇതുവരെ കൊണ്ടുവന്നെത്തിക്കുവാനായിട്ടിടയായത്. പ്രിയമുള്ളവരെ, ഏതൊരു ഉന്നതന്മാരെ എടുത്തു നോക്കിയാലും, ഈ ലോകത്തിൽ വിജയിച്ച ഏതൊരു പുരുഷനെ എടുത്തു നോക്കിയാലും അതിൻ്റെ പിന്നിൽ ഒരു അമ്മയുണ്ട്. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി വേറെയില്ല. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ തള്ളിക്കളയരുത്. ഒരിക്കൽ ഒരു പ്രധാനപ്പെട്ട ഒരു മകൻ്റെ മാതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്യൂണറൽ സർവീസിൽ ആ മകൻ എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു. നിങ്ങളെല്ലാവരും വാനോളം എൻ്റെ അമ്മയുടെ കാര്യം ഉയർത്തിപ്പിടിക്കുന്നു. നന്നായി സൽക്കരിക്കുന്ന അമ്മയാണ്, നന്നായി സ്നേഹിക്കുന്ന അമ്മയാണ്, നന്നായി കരുതുന്ന അമ്മയാണ്, എല്ലാം കൊണ്ടും എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ ഞാനും ഇന്ന് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുന്നു. പക്ഷേ ഒരു ദുഃഖം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് അനേക മീറ്റിങ്ങുകളിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വേദികളിൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വാക്ക് പോലും ജീവിച്ചിരുന്നപ്പോൾ ഒരു വേദിയിലും എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു വേദന എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ആ മകൻ്റെ വേദന എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമ്മുടെ ജീവിതത്തിൽ മരിച്ചതിന് ശേഷം നമുക്ക് ചിലതൊക്കെ നാം ചിന്തിക്കാമെന്ന് വിചാരിക്കും, ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയ ബ്രദറെ, എന്നെ കേൾക്കുന്ന പ്രിയ സിസ്റ്റർ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആമേൻ, നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ മറക്കരുത്. ആ മാതാപിതാക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു അനുഗ്രഹമാണ്. ആമേൻ. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നല്ല ആഹാരം കൊടുക്കുക, അവർ ജീവിച്ചിരിക്കുമ്പോൾ നല്ല വസ്ത്രം കൊടുക്കുക, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നന്നായി സന്തോഷിപ്പിക്കുക, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നല്ല ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാകുക. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ആമേൻ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവന് കിട്ടുന്നത് ദീർഘായുസ്സാണ്, നന്മയാണ്. വരും ദിവസങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പരിരക്ഷിക്കുക, അവരെ നന്നായി ശുശ്രൂഷിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.